ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് അപ്പാനിക്ക് ഒരു മാസ് എൻട്രി തന്നെ ബിഗ് ബോസ് കൊടുത്തു. മറ്റേ പുലിക്കളിയുടെ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു. കിടിലൻ എൻട്രി ആയിരുന്നു കേട്ടോ. പക്ഷെ ആദ്യം തന്നെ അപ്പാൻ ശരത്തിന്റെ പെട്ടി എല്ലാം ബിഗ് ബോസ് കൊടുത്തു വിട്ടിരുന്നത് കൊണ്ട് അത്രയ്ക്കൊരു സസ്പെൻസ് ഇല്ല എന്നാണ് വീട്ടുകാര് പറയുന്നത്. അപ്പോൾ അക്ബറിന് അറിയാമായിരുന്നു അപ്പാൻ ശരത്ത് വരുമെന്നുള്ളത്. ഷൂ ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കിയിരുന്നു. അപ്പാൻ ശരത്ത് എപ്പോ വേണേലും വരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോ അപ്പൻശരത്ത് പ്രവേശിച്ചു. എല്ലാവരെയും കണ്ട് ആദ്യം ഹഗ് ചെയ്തത് നെവിനെയും അനുമോളയുമാണ്. എന്നിട്ടാണ് പിന്നെയുള്ള എല്ലാരെയും ഹഗ് ചെയ്തത്. എല്ലാവരും നല്ല ഹാപ്പിയാണ് അപ്പൻശരത്തിനെ കാണാനായിട്ട്. വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ഷൂട്ടൊക്കെ തുടങ്ങിയോ, ഷൂട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നെവിനൊക്കെ ചോദിക്കുന്ന ആ രീതിയിലാണ്. അപ്പൻശരത്തിന് എല്ലാവരെയും കണ്ടിട്ട് വളരെയധികം സന്തോഷമാണ്. പിന്നെ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് കുറച്ച് ദിവസം ആയുള്ള അനീഷെ, അത്ര ദിവസമൊന്നും ആയില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 3rd വീക്കിലാണെന്ന് തോന്നുന്നു അപ്പാനുശരത്ത് എവിക്റ്റ് ആയത്. 3ാമത്തെ ആഴ്ചയാണ് എവിക്റ്റ് ആയത്. ഇതിപ്പോ 3 മാസം കഴിഞ്ഞ് ശരത്തണ്ണ. ഓക്കെ, ഇതൊക്കെയാണ് ലൈവിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇനി വേറെയും കണ്ടസ്റ്റൻസ് ഇനി വരാനുണ്ട്. പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് കർശനമായിട്ട് ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അക്ബർ അടുത്ത് കിടക്കണ്ട, ഇന്ന് മൈക്കൊക്കെ മാറ്റിയിട്ട് ചിലപ്പോൾ പറയുമോ ഇനി എന്റെ ആളിലും കുഴപ്പമൊന്നുമില്ല, 6 ദിവസം കൂടി ഉള്ളൂ, 6 ദിവസം കൊണ്ട് ഇനി ഒന്നും നടക്കാനില്ല അക്ബർ പറയുന്നുണ്ട്. പപ്പൻശരത്ത് പറയുന്നുണ്ട്, ആരെയും മോശം പറയാനൊന്നുമില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ഇത്രയും സർവൈവ് ചെയ്ത് ഇവിടെ വരെ എത്തിയില്ല, അങ്ങനെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.